Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. റിപ്പോർട്ടറിന്റെ പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ 3 ദിവസമായി റിപ്പോർട്ടർ TVക്കെതിരെ, 24 ചാനലിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് കണ്ടത്. ഇന്നിപ്പോൾ അത് വെല്ലുവിളിയിലെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, തൃശ്ശൂരിലെ വാർത്താ സമ്മേളനത്തിന് റിപ്പോർട്ടറിനും 24നും വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. എല്ലാം തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിനു ശേഷം. ആദ്യം ശോഭ ഇന്ന് എന്താണ് പറഞ്ഞത് എന്ന് ഒന്ന് നോക്കാം. ആന്റോ അഗസ്റ്റിൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ശോഭാ സുരേന്ദ്രൻ 500 തവണയിലധികം ആന്റോ അഗസ്റ്റിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. 2-0 ആന്റോ അഗസ്റ്റിന് ഞാനായിട്ട് വെട്ടിക്കളയാണ്. ബാക്കി 5. 500-ൽ നിന്ന് 2-0 കളഞ്ഞു. 5 തവണ ആന്റോ അഗസ്റ്റിൻ്റെ വീട്ടിൽ ശോഭാ സുരേന്ദ്രൻ വന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്, എന്തെങ്കിലും ഒരു തെളിവ്, അത് ആന്റോ അഗസ്റ്റിൻ അടിയന്തരമായി കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാവണം. ശോഭയ്ക്ക് മറുപടി വേണ്ടേ എന്നാണ് ചോദ്യം. സാധാരണ മാധ്യമസ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം ചർച്ചകളിൽ ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതത്തിലേക്കോ അവരുടെ സ്വകാര്യ ജീവിതത്തിലോ ഏതെങ്കിലും സൗഹൃദത്തിൻ്റെ ഭാഗമായി എടുത്ത ദൃശ്യങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ പുറത്തുവിടുന്നത് ഒരു സാധാരണ രീതിയല്ല. ഞങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ ഒരു ചാനലിനെതിരെ, ചാനലുകൾക്കെതിരെ, നിരന്തരം ആ ചാനലുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഒരു ബോധ്യവുമില്ലാതെ ഓരോ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുമ്പോൾ പലപ്പോഴും അവയൊക്കെ പുറത്തു വിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. എങ്കിലും നമ്മൾ പലതും പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ചിലതിന് മറുപടി വേണം. ശ്രീ ആന്റോ അഗസ്റ്റിൻ, ഇന്നിപ്പോൾ പല ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് താങ്കളുടെ വീട്ടിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവുകളും ഫോട്ടോകളും പുറത്തുവിടാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ആന്റോ അഗസ്റ്റിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അത് വെല്ലുവിളിക്കുകയാണ് ആന്റോ അഗസ്റ്റിനെ. മറുപടിയുണ്ടോ? അങ്ങനെയുള്ള ഫോട്ടോകൾ എന്തെങ്കിലും ഉണ്ടോ? നോക്കൂ അരുൺ, 2-ാം തീയതിയാണ് ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ TVക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയത്. 2-ാം തീയതി സത്യം പറഞ്ഞാൽ റിപ്പോർട്ടർ TVക്കെതിരെ പറഞ്ഞപ്പോൾ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ മുതലാളി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. റിപ്പോർട്ടർ TVയുടെ പേരും പറയുന്നില്ല. ഒരു മാധ്യമ സ്ഥാപനം അതിൻ്റെ മുതലാളി എന്നാണ് പറയുന്നത്. അതുകൂടാതെ അന്ന് ഗോപാലിൻ്റെ പേരും കൂടെ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഗോപാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ബഹുമാനക്കുറവുകൊണ്ടല്ല. പക്ഷേ എന്താണ്, ഗോപാൽ എന്ന് വിളിച്ച് ഈ ഒരു ഫ്ലോറിൽ അത് പറയുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരടക്കം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മുതലാളി എന്ന്. അപ്പം മാധ്യമപ്രവർത്തകർ കുത്തി ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ മുതലാളിയുടെ പേര് പറയാമോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ പത്രസമ്മേളനം അദ്ദേഹം പറയുന്നത്, 2-ാം തീയതിയിലെ പത്രസമ്മേളനത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ എന്നുള്ളതാണ്. അപ്പം അത് റിപ്പോർട്ടർ TVയുടെ ഉന്നം വെച്ചിട്ടാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതുമാത്രമല്ല, അതിനെ വെളിവാക്കുന്ന രീതിയിലുള്ള എല്ലാ സൂചനകളും ശോഭാ സുരേന്ദ്രൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അന്നത്തെ വൈകുന്നേരത്തെ മീറ്റ് എഡിറ്റേഴ്സിൽ എന്ന് പറഞ്ഞാൽ 2-ാം തീയതി വൈകുന്നേരത്തെ മീറ്റ് എഡിറ്റേഴ്സിൽ ഇതെടുത്ത് ചർച്ച, കാരണം ഈ കൊടകര വിഷയം തന്നെയാണ് ചർച്ചയ്ക്കെടുത്തതും ചർച്ച ചെയ്യുന്നതും. മീറ്റ് എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അന്നത്തെ ദിവസം ഞാനിവിടെ ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലാണുള്ളത്. അപ്പം ആ ചർച്ച നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളത് ആലോചിച്ചതാണ്. നിങ്ങളത് ആലോചിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ചർച്ച ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അത് വേണ്ട, കാരണം അങ്ങനെ ഒരു ആരോപണത്തിന് നമ്മൾ മറുപടി പറഞ്ഞു പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്നാണല്ലോ സത്യം. ഇന്നലെ 2-ാമത്തെ ദിവസം ഇവർ പത്രസമ്മേളനം വിളിക്കുന്നു. പത്രസമ്മേളനം അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് അത് ആദ്യത്തെ ദിവസത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, ഗോപാലനും ഈ മാധ്യമ മുതലാളിയും ഈ പറഞ്ഞ പിണറായി വിജയനും കൂടിയ കോക്കസ് ആണ് ശോഭാ സുരേന്ദ്രനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ തോൽപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ള ഒരു നരേറ്റീവാണ് സൃഷ്ടിച്ചു കൊണ്ടുവരാൻ നോക്കിയത്. അടുത്ത ദിവസമായപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട്
എൻ്റെ ഫോട്ടോയും ബ്രദേഴ്സിൻ്റെ ഫോട്ടോയൊക്കെ എല്ലാം ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറയുകയാണ്, ഇതാ ഇത് കണ്ടോ പിന്നെ മാധ്യമ മുതലാളി എന്ന്. ഇന്നലെ പേര് പറഞ്ഞില്ല, ഈ ഫോട്ടോ പറഞ്ഞിട്ട് ആരോപണങ്ങളുടെ ശരമാണ്. അപ്പോൾ ഈ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് എന്താണ്, അതിനകത്ത് ആൻഡോയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ എൻ്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനാണ് ഇതിൻ്റെ ആൾ, ഇദ്ദേഹമായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ലാതെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു 10-30 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഉണ്ടാവാം സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു. 50-50 വയസ്സോളം ഉണ്ടാവുമല്ലോ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്. അപ്പം അവർ ഇത് മനസ്സിലാക്കാതെ ഒന്നുമില്ലാതെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹത്തെ അറിയില്ല, ഈ കമ്പനി ഇത് കണ്ടോ, ഇത് കമ്പനി മറ്റത് കണ്ടോ, ഹോട്ടൽ മുതലാളി, എൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ താങ്കൾക്ക് ശോഭാ സുരേന്ദ്രനുമായി ഏകദേശം എത്ര വർഷത്തെ പരിചയമുണ്ട്? ഇത് 2011 അല്ല, ഇത് 2024 അല്ലേ? എത്ര വർഷമായി? 13 വർഷമായി, 14 വർഷമായി താങ്കൾക്ക് ശോഭാ സുരേന്ദ്രനെ അറിയാം. താങ്കളുടെ വീട്ടിൽ പലതവണയല്ല അരുൺ, ഞാൻ ഇന്നലെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പം ഇത് കഴിഞ്ഞു, ഇന്നത്തെ വാർത്താ സമ്മേളനം വരുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനം വരുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ എന്താണ് പറഞ്ഞത്, ഞാനിന്നലെ വളരെ മര്യാദയ്ക്ക് ഈ സ്ത്രീയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. കാരണം ഞാനെന്തോ അറിയില്ലാത്ത വേറെ ഏതോ ലോകത്തുനിന്ന് വന്ന് ഇന്നേ വരെ കാണാത്ത ഒരു ഈ പരിചയം നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണം അപ്പം ഞാൻ ഇന്നലെ കറക്റ്റായിട്ട് പറഞ്ഞു, ഞാൻ ഇവർക്ക് ഹോട്ടൽ മുറി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഹോട്ടൽ മുറി എടുത്തു കൊടുക്കുന്ന പറയുകയാണെങ്കിൽ സാധാരണ ഒരു ബിസിനസ്സുകാരെന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പണം കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? സാധാരണ നമ്മൾ കൊടുത്തില്ല, ഫണ്ടിങ്ങും പ്രചരണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരെ വിളിച്ച് ആൻഡോ സാറേ ഇന്നൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. സാധാരണ നോർമലിയാണ് നമ്മൾ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പം രണ്ടാമത്തത് ഒരു ടിക്കറ്റ് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എടുത്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മുറി എടുത്തു തരാം. കാരണം ഇവർ സ്വന്തം വരുമാനം ഉണ്ടാക്കിയിട്ടാണോ ജീവിക്കുന്നത്? ഇതുപോലെയുള്ള സംഭാവനകളൊക്കെ ജീവിച്ചാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടന്നു പോകുന്നത്. അങ്ങനെ തന്നെയാണ്, അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ സ്ത്രീ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ എന്നെ അറിയില്ല, ഇത് കണ്ടോ, ഇദ്ദേഹത്തെ ഏതോ കാട്ടുകള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവർ അറിയോ അറിയില്ലോ ജനങ്ങൾ അറിയണ്ടേ? അങ്ങനെ അറിയണ്ടല്ലോ. അപ്പം ഞാനതുകൊണ്ട് പറഞ്ഞു, ഇവരുമായിട്ട് എൻ്റെ വീട്ടിൽ 2011 മുതൽ റെഗുലറായി വന്നിരുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ 500-ലധികം പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന സ്ത്രീയാണ്. അവൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ത്രീയാണ്. ഇടയ്ക്ക് വീട്ടിൽ വന്ന സമയത്ത് തിരിച്ചു പോകാൻ നേരത്ത് ഇവരുടെ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ കൊടുക്കാറുണ്ട്. ഇതൊക്കെ നോർമലി കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനൊന്നും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത് പറയുന്നത്, ഈ സ്ത്രീനെ എനിക്കറിയാമെന്ന് പറയണ്ടേ? അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. 500 പ്രാവശ്യം, നിങ്ങൾ വൈറ്റിൽ കേട്ടല്ലോ, 500 പ്രാവശ്യം എന്ന് പറഞ്ഞല്ലോ ആൻഡോ. 5 പ്രാവശ്യത്തിൽ 1 പ്രാവശ്യം വീട്ടിൽ വന്നതിൻ്റെ തെളിവ് ഉണ്ട് എന്ന് തെളിയിച്ചാൽ എന്നിട്ട് ആരെ വിളിക്കുന്നത്? എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ ഭയങ്കര ബഹുമാനത്തോടെയും സ്നേഹത്തോടുകൂടിയും കാണുന്ന ഒരാളാണ്. തന്തയ്ക്ക് വിളിക്കുകയാണ്. ഏതോ കേരളത്തിലെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വന്നിട്ട് തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ എന്ന് പറയുകയാണ്. ഞാൻ തന്തയ്ക്ക്, കാരണം എനിക്ക് എൻ്റെ മാതാപിതാക്കൾ, ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ, എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന പോലെ കേരളത്തിലെ ഓരോ സാധാരണക്കാരനും അവരെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതാണ്. എൻ്റെ വീട്ടിലെ ഭാര്യനെ കുറിച്ച് പറയുന്നു, എൻ്റെ സഹോദരനെ കുറിച്ച് പറയുന്നു, സഹോദരൻ്റെ ഭാര്യനെ കുറിച്ച് പറയുന്നു. ഞാൻ ഇവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? മുൻ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഇവരെ വീട്ടുകാരെ കൊണ്ട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഇവരുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അവരെ ഒരു ഫൈറ്റിന് ഇറങ്ങുമ്പോഴോ ആദ്യം കാണിക്കുന്ന ഒരു മര്യാദ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടാണ്. ഈ വ്യക്തിപരമായിട്ട് പറയണം, അല്ലേ? എനിക്കുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ എത്ര ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞോ? ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആരെക്കുറിച്ചും ഞാൻ പറഞ്ഞോ? ഒരാളെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നേരെ അടിക്കണം. നേരെ അടിക്കാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ആ പണിക്ക് നിൽക്കാവുള്ളൂ. അല്ല വാരി വലിച്ചടിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ സതീഷ് കൃഷ്ണ സെയിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഇവരൊരു സോളിഡ് എവിഡൻസ് ഇല്ല. എന്തെങ്കിലും ഒന്ന് പറയണേ, ഒരു സോളിഡ് എവിഡൻസ് വേണ്ടില്ലേ? അപ്പോൾ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു ഇവർക്ക്. അപ്പോൾ എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്നുള്ള ഫോക്കസ് നഷ്ടപ്പെട്ടു. ഇവർ പിണറായി വിജയനെതിരെ അടി തുടങ്ങി, അത് പിന്നെ പോയി. ഗോകുലഗോപാലിനെതിരെ അടി തുടങ്ങിപ്പോയി. ഇവർ പറഞ്ഞ UDFനെതിരെയും LDFനെതിരെ അടി പോയി. ഇപ്പോൾ ഇവരുടെ മുഖ്യ ശത്രു ആൻഡോ അഗസ്റ്റിനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ വിചാരിച്ചു പോയി, ഞാൻ ഇത്രയും വലിയ ആളാണോ? ഞാൻ വിചാരിക്കും ഒരു BJPയുടെ പിന്നെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി മത്സരിക്കും ഞാൻ വിചാരിച്ചത് തോപ്പിച്ചു എന്നാണ് പറയുന്നത്. ആൻഡോ തോപ്പിച്ചു. ഈ സതീഷ് അല്ല മറ്റേ സതീഷ് ഉണ്ടല്ലോ, തിരൂർ സതീഷിനെ ഞാനാണ് ഇറക്കി. തിരൂർ സതീഷിൻ്റെ പുറയിൽ ആൻഡോ അഗസ്റ്റിനാണെന്ന്. കാരണം ഈ അന്വേഷണത്തിലൊന്നും ഞാൻ വന്നിട്ടില്ലല്ലോ, ദൈവം സഹായിച്ചതിലൊന്നും ഞാൻ വന്നിട്ടില്ലല്ലോ. ഇവരെ സതീഷ് ഏതാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും ഒരു വ്യവസ്ഥയില്ലാതെ പറയാം. അപ്പോൾ എന്താണ് നുണപാത്രം പറയുക? സത്യത്തിൻ്റെ ഒരംശം ഇവർ പറയുന്നതിൽ തെളിയിച്ചാൽ ഞാനീ പറയും. പിന്നെ ഹോട്ടൽ വാങ്ങി,
ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു 88-ലെങ്ങാണ്ടാണ് യൂസഫ് അലി, ഞാൻ 1988 മെയ് മാസം 23-ാം തീയതിയാണ് ജനിക്കുന്നത്. 1988 മെയ് മാസം 23-ാം തീയതിയാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം 35 വയസ്സ് കഴിഞ്ഞ് 36-ാമത്തെ വയസ്സിലാണ് ഞാനുള്ളത്. 1988-ലെങ്ങാണ്ടാണ് യൂസഫ് അലി ദുബായിക്ക് പോകുന്നത്. എങ്ങനെയാണ് പോകുന്നത്? ഇവിടുന്ന് കപ്പലിൽ കയറിയിട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അല്ലേ? അങ്ങനെയാണ് ദുബായി പോകുന്നത്. അദ്ദേഹം അവിടുന്ന് ബിസിനസ് ചെയ്ത് വെട്ടിപ്പിടിച്ച സംവിധാനം മുഴുവനാണിത്. കേരളത്തിൽ അറിയപ്പെടുന്ന മുതലാളിയല്ലേ രവി പിള്ള. ഈ പറഞ്ഞ റിലയൻസിൻ്റെ മുതലാളി പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിച്ചത്? അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും കഴിവും പ്രാപ്തിയും ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഈ 10, 15, 20, 18 വർഷം കൊണ്ട് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ എൻ്റെ ബുദ്ധിയും കഴിവും ശക്തിയും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ വെട്ടിപ്പിടിച്ചത്. എനിക്ക് ഹോട്ടലുണ്ടാവും, എനിക്ക് എസ്റ്റേറ്റുകളുണ്ടാവും, എനിക്ക് സ്ഥലം ഉണ്ടാവും. ഞാനിതൊന്നും നിഷേധിക്കുന്ന കാര്യമില്ലല്ലോ. ഇവർ പറയുന്നത് 1000 കോടി രൂപയുടെ ഹോട്ടൽ, എന്താ പ്രശ്നം എന്ന്? കേരളത്തിൽ 1000 കോടിക്കണക്കിന് ഹോട്ടൽ മേടിക്കാൻ പാടില്ലേ? എസ്റ്റേറ്റ് മേടിക്കാൻ പാടില്ലേ? ഹോട്ടൽ ചാനൽ മേടിക്കാൻ പാടില്ലേ? ഒരു സുപ്രഭാതത്തിൽ, എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഒരു സുപ്രഭാതത്തിൽ എന്ത് സുപ്രഭാതത്തിൽ? ഞാനിവരെ കാണുന്നത് 2011-ലാണ്. ഞാൻ ഇന്നും ജീവിക്കുന്ന ഒരേ വീട്ടിലാണ്. എനിക്ക് തോന്നുന്നു ആ നാട്ടിലെ ഏറ്റവും വലിയ വീട് എൻ്റെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ജീവിക്കുന്നത് 2011-ലോ അല്ല 13-ലാണ്, 11-ലാണ് ഞാൻ വീട് വെക്കുന്നത്. 13-ലൊക്കെ ഞാൻ വീട് വെക്കുന്നത്. ആ നാട്ടിലെ ഏറ്റവും വലിയ വീടെന്ന് ഞാൻ താമസിക്കുന്ന നാട്ടിലെ ഏറ്റവും വലിയ വീട് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പൊങ്ങച്ചം പറയല്ല. പക്ഷേ ഞാൻ ജീവിക്കുന്നത് ആ വീട്ടിൽ അവരൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ഞാൻ ഇതിനേക്കാളും കൂടുതൽ വരുമാനം എനിക്ക് എടുക്കാൻ ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് അറിയോ? എങ്ങനെയെങ്കിലും അനിൽ അംബാനി ആവാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അദാനി ആവാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളെല്ലാം മേലെ ഒരു സ്ഥാപനമാക്കി സ്ഥാപനത്തെ മാറ്റി ഇനി നമ്മൾ എന്തിനാണ് ഇംഗ്ലീഷ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്? നമ്മൾ എന്തിനാണ് തുടങ്ങുന്നത്? ഇതൊരു നെറ്റ്വർക്കാക്കി മാറ്റണം. ഇതെൻ്റെ ഡ്രീമാണ്. ഈ 35-ാമത്തെ വയസ്സിൽ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിങ് എഡിറ്റർ, കേരളത്തിൽ അങ്ങനെ ഒരു മാനേജിങ് എഡിറ്റർ ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ കഷ്ടപ്പെട്ട് അതിനെ കൂടെ പഠിച്ച് റിസർച്ച് ചെയ്ത് ഒക്കെയാണ്. കാരണം ഞാൻ രാത്രി 12 മണിക്ക് 1 മണിക്ക് കിടന്നുറങ്ങിയിട്ട് വെളുപ്പിന് 4 മണിക്ക് എണീക്കുമ്പോൾ 4 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ ഈ സ്ഥാപനത്തിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ മറ്റുള്ള സ്ഥാപനത്തിൽ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് അറിയാലോ. നിങ്ങളുടെ കൂടെ ഈ മീറ്റ് ദ ഡെറ്റ്ലെസ് ഇരിക്കുന്ന സമയത്ത് ഞാൻ മറ്റുള്ള ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്നും കാണാതെ ഏതോ വലിയ അധോലോക നായകനാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവരെന്തിനാ ശ്രമിക്കുന്നത്? അപ്പം ഞാൻ ഇവരോട് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾക്ക് എന്നെ വെല്ലുവിളിച്ചോളൂ, ഞാൻ തയ്യാറാണ്. നിങ്ങളോട് ഇതിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ പണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വെല്ലുവിളിക്കാം. ഞാൻ പറയുന്നതിന് നിങ്ങളെപ്പോലെയല്ല, ക്ലാരിറ്റി ഉണ്ടാവും. തെളിവ് തരും എന്ന് പറഞ്ഞാൽ തെളിവ് തരും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുന്നത്. എൻ്റെ അടുത്ത് തെളിവില്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ എനിക്കറിയാം, പക്ഷേ എൻ്റെ അടുത്ത് തെളിവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? എൻ്റെ അടുത്ത് തെളിവുണ്ട്. നിങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നോട് സഹായങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ട്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. ഞാൻ അങ്ങനെ വിടുവായിത്തരം പറയുന്ന ഒരാളേ അല്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചോളൂ. ശോഭാ സുരേന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കത് പറയാൻ മറുപടി ഇല്ലാത്തതുകൊണ്ടോ അറിയില്ലാത്തതുകൊണ്ടോ അല്ല. പക്ഷേ നിങ്ങളുടെ അത്ര നിലവാരം എനിക്ക് താഴ്ന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് നല്ല നിലവാരമുണ്ട്. എൻ്റെ കാരണവന്മാർ പഠിപ്പിച്ചതും എന്നെ ഈ അവസ്ഥയിലെത്തിയതും ഞാൻ ഈ അവസ്ഥയിലെത്തിയതും നല്ല നിലവാരത്തോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെ 1.5 മണിക്കൂർ വീട്ടുകാരെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും ഒരു പരിചയമില്ലാത്തവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ മറുപടി പറയാൻ എനിക്കറിയില്ലാഞ്ഞിട്ടല്ല. ഇതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് എടുത്തിട്ട് അലക്കാൻ എനിക്കറിയാം. നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവും പ്രാപ്തിയും ശേഷിയുള്ള ആളാണ് ഞാൻ. പിന്നെ എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ ED-നെയും ഇൻകം ടാക്സിനെയും GST-നെയും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവിനൊന്നും എനിക്ക് പേടിയില്ല. കാരണം എന്താ അറിയോ? എൻ്റെ മടിയിൽ കനമില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊന്നും എനിക്ക് പേടിയില്ല എന്ന്. നിങ്ങളൊന്നല്ല, നിങ്ങളെപ്പോലെയുള്ള ആരും എനിക്ക് പേടിയില്ല. അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കുടുംബക്കാരെക്കുറിച്ചല്ല, നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചാണ്. നിങ്ങൾ ചെയ്ത അധാർമികമായ കാര്യങ്ങൾ എന്തോളി അത് പറയും. നിങ്ങൾ എന്നോട് സഹായം മേടിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ആൻ്റോനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ആൻ്റോനെ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇതൊന്നുമില്ലാതെ എന്തിനുണ്ട് ഈ പുറത്തുവിട് എന്ന് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ നിലവാരം തകർന്നിട്ട് വന്ന് പറയേണ്ട അവസ്ഥ എനിക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങളതെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. ഞാൻ ഇന്ന് വരെ ഒരാളുടെ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പുറത്ത് നിങ്ങൾ എന്നെ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. ദയവ് ചെയ്തിട്ട് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇവരെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇവരെന്താണെന്നുള്ളത് ജനങ്ങൾ അറിയണം.
ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ BJP 30 വർഷമായിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ട് ആ സ്ഥലത്തേക്ക് എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്നുള്ളതിന് അർത്ഥമാണ് ഇതൊക്കെ. അതായത് ആ ഫോട്ടോകൾ ഇപ്പോൾ കാണിക്കാം. ഞാനിപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞതുപോലെ പിന്നെ 500 ഫോട്ടോയൊന്നുമില്ല, പക്ഷെ 19 ഫോട്ടോസ് ഉണ്ടാവും അല്ലേ? 50 കൂടുതൽ ഉണ്ടാവുമായിരിക്കും. അപ്പം ഞാൻ അതിനകത്ത് PCR മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്ത് ടെലികാസ്റ്റ് ചെയ്തോളാം പറഞ്ഞത്. 2011 മുതലുള്ള എല്ലാ ഫോട്ടോസും ഉണ്ടെന്നേ. എൻ്റെ വീട്ടിൽ, എൻ്റെ ഡൈനിങ് റൂമിൽ, എൻ്റെ എന്താണ് സിറ്റ് ഔട്ടിൽ, എൻ്റെ ഫുഡ് കഴിക്കുന്നവർക്ക് ഒക്കെയുള്ള ഫോട്ടോസ് ഉണ്ട്. ഞാൻ ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ നിഷേധിച്ച ഫോട്ടോകളാണ് ഇനി പ്രേക്ഷകർക്ക്. ഞാനുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞല്ലോ, ഇതുവരെ കണ്ടിട്ടില്ല, വീട്ടിൽ പോയിട്ടില്ല. ആൻഡോ അഗസ്റ്റിൻ്റെ വീട്ടിൽ എൻ്റെ ആവശ്യം ഒത്തിരി ആൾക്കാർ വന്നിട്ടുള്ളതാണ്. കേരളത്തിലെ ഒരു പരിധി വരെയുള്ള ആൾക്കാർക്കെല്ലാം, വയനാട്ടിലേക്ക് പ്രത്യേകിച്ച് അറിയാം, അല്ലാത്തവർക്ക് എൻ്റെ ഒരു പരിധി വരെയുള്ള ആൾക്കാർക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട് എന്താണെന്ന് അറിയാം. ആ വീടിൻ്റെ അകത്തുള്ള ഫോട്ടോസ് ഞാനൊരു 19 എണ്ണം PCR കൊടുത്തിട്ടുണ്ട്. എത്ര എണ്ണം വേണമെന്ന് നോക്കിയിട്ട്, പക്ഷേ 500 എണ്ണം എൻ്റെ അടുത്തില്ല. കാരണം 500 പ്രാവശ്യം വരും ഫോട്ടോ എടുത്തത് പേസ്റ്റ് ചെയ്ത് ശോഭാ സുരേന്ദ്രൻ 10 വർഷം കഴിഞ്ഞിട്ട് പറയുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയല്ലോ ഞാൻ. പക്ഷേ ഓരോ സമയത്ത് ഓരോ ഇൻസിഡൻറ്റിൽ എടുത്തു പോയ ഫോട്ടോസാണ്, അതെല്ലാം ഉണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇന്ന് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് റിപ്പോർട്ടർ TVയുടെ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ്റെ വീട്ടിൽ പോയെന്നോ തെളിയിക്കാൻ കഴിയുന്ന ഫോട്ടോഗ്രാഫ് ഉണ്ടോ അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ റിപ്പോർട്ടർ TVയിലൂടെ നമ്മളത് കാണിക്കില്ലായിരുന്നു. പക്ഷേ BJPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ തെളിവ് നൽകാൻ നിർബന്ധിതനാവുകയാണ് റിപ്പോർട്ടർ TVയുടെ മാനേജിംഗ് എഡിറ്റർ. ആ ഫോട്ടോകൾ നമുക്കൊന്ന് കണ്ടുവരാം. ശോഭാ സുരേന്ദ്രൻ 2011 മുതൽ 13 വർഷക്കാലം വിവിധ സമയങ്ങളിൽ വിവിധ നേരങ്ങളിൽ ആന്റോ അഗസ്റ്റിൻ്റെ വീട് സന്ദർശിക്കുകയും ആന്റോ അഗസ്റ്റിൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുകയും ആന്റോ അഗസ്റ്റിനോടൊപ്പം ചിലവഴിക്കുകയും ഒക്കെ ചെയ്ത ആ ഫോട്ടോകൾ പ്രേക്ഷകർക്ക് കാണാം. അതെൻ്റെ വീട്, ഞാനും ശോഭയുള്ളതാണ്. ഇത് വീടാണല്ലേ? അത് വീടാണ്. ഇത് ശോഭയുടെ കൂടെ ഞാൻ പുറത്തു പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സും ശോഭയും ഞാനും ഉള്ളതാണ്. ഇത് ഞാനും ശോഭ എൻ്റെ വീടിൻ്റെ അകത്ത് ഡൈനിങ് ആണ്, പിന്നെ സിറ്റ് ഔട്ടാണ്. ഇത് ഞാനും എൻ്റെ ഭാര്യയും ശോഭാ സുരേന്ദ്രനുള്ള ഫോട്ടോസ്. ഓക്കെ, ഇത് ഞാനും എൻ്റെ ഭാര്യയും ശോഭാ സുരേന്ദ്രനുള്ളത് ഇതെൻ്റെ വീടിൻ്റെ ഉള്ളിലാണ്. മനസ്സിലായോ? അടുത്തത് ഇതെൻ്റെ 2 ഫ്രണ്ട്സും ശോഭാ സുരേന്ദ്രനും ഉള്ള ഫോട്ടോസ്. ഇതെല്ലാം എൻ്റെ വീട്ടിലാണ്. കുറച്ച് ഫോട്ടോസും കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ കൊടുക്കാം. എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും ബ്രദേഴ്സ് ആയിട്ടുള്ള ഫോട്ടോസും ഉണ്ട്, അതുകൂടെ ഒന്ന് കൊടുത്തോളൂ, എന്ന് എടുത്തു വെച്ചോളൂ. കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് തരാം. ഓക്കെ, അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു മറുപടി ആയിരിക്കുന്നു. ദൃശ്യങ്ങളുണ്ട്, ഫോട്ടോയുണ്ട്. അല്ല അരുൺ, എന്താ അതിൻ്റെ സംഭവം എന്നറിയോ? നമുക്ക് നിലവാരം വേണമെന്നേ. നമുക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പറ്റുക? എന്താ പറയുക, ഞാനൊരു പൈസ കൊടുത്തു, എന്നിട്ട് അതിൻ്റെ റെസിപ്റ്റ് എടുത്തിട്ട് ആൻഡോ ഏത് അക്കൗണ്ടിലാണ് തന്നേന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ എല്ലാ ബിസിനസ്സുകാരെയും വിളിച്ചോ, എവിടെയാണ് പൈസ കൊടുക്കുന്നുണ്ടാവുക? അതിനെ കൊടുത്തിട്ടുണ്ടാവുക. പൈസ ചോദിച്ചാൽ ഡീസൽ അടിക്കാൻ പൈസ അക്കൗണ്ടിൽ കൊടുക്കുക. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുക? ഒന്നുമല്ലാന്ന്. എനിക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, നിലവാരമുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിലവാരം വേണം. അത്യാവശ്യം നിലവാരം ഉണ്ടെങ്കിൽ ഇവരോട് ഞാൻ ഫൈറ്റ് ചെയ്യാം. ഇത് അതിനതാണ്. പിന്നെ ഞാൻ പൂട്ടിക്കളയും, പെടുത്തിക്കളയും. പിന്നെ ഞാൻ പണ്ട് ഓഫീസിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിള്ളേരെ വർത്താനം പറയുന്നവരെ പേരെഴുതി വെക്കാൻ ഏർപ്പാടാക്കും. അപ്പം ലീഡർ ഒച്ചയുണ്ടാക്കുന്ന പിള്ളേരോട് ലീഡർ പറയാമെന്നറിയോ, ഞാൻ നിങ്ങൾ കളിച്ചാണ്ടല്ലേ ഹെഡ് പറഞ്ഞു കൊടുക്കും എന്ന്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാനെന്നറിയാം, ഞാൻ കേന്ദ്രത്തിൽ പോയിട്ട് ഇപ്പം ഞാൻ എൻ്റെ മുതിർന്ന നേതാവിനെ കണ്ടിട്ട് ഇപ്പം അങ്ങ് പൂട്ടിക്കളയും. ഇവരാരെയാണ് ഈ പേടിപ്പിക്കുന്നതെന്ന്? ആരെയാണ് പേടിപ്പിക്കുന്നത്? അപ്പോൾ ഇത് രാവിലെ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നതിൻ്റെ പേപ്പർ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നതിൻ്റെയോ CBI അന്വേഷണം നടത്തുന്നതിൻ്റെയോ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതിൻ്റെയോ ഇൻകം ടാക്സിൻ്റെയോ ഇതൊക്കെ ഉണ്ടാവുമെന്ന്. കാരണം ഇതെന്താണ് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം, ഞാൻ ഇതിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർക്ക് എന്തൊക്കെ തെളിവുണ്ടോ നിങ്ങൾ പുറത്തു വിട്ടോളൂ, ഏതൊക്കെ ശൈലിയിലുള്ള തെളിവുണ്ടോ നിങ്ങൾ പുറത്തു വിട്ടോളൂ. ഇനി നാളെ രാവിലെ തുടങ്ങിയിട്ട് നിങ്ങൾ ആൻറ്റോ അഗസ്റ്റിൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞോളൂ. എനിക്കൊരു പ്രശ്നം. കാരണം എന്താ അറിയോ, ഇത്രയും അധികം പോപ്പുലർ ആക്കാൻ ശോഭാ സുരേന്ദ്രൻ എനിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട കാര്യമില്ല. കാരണം ഇന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ 4 ചാനലുകൾ 1 മണിക്കൂർ ആൻറ്റോ അഗസ്റ്റിൻ്റെ പേര് എഴുതി കാണിക്കാനുണ്ട്. കാരണം നമ്മളത്ര വളർന്നിട്ടില്ല. ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നാളെ ഇപ്പം എനിക്ക് 1500 കോടിയോ 2500 കോടി ആസ്തിയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കണക്കാക്കിക്കോളൂ, ഒരു 5 വർഷം കഴിയുമ്പോൾ 10,000 കോടിയുടെ ആസ്തി ഉണ്ടാവും.
അതിനെന്താ കാരണം എന്നറിയോ? അത് ആൻഡോ അഗസ്റ്റിൻ്റെയും അവരുടെ കൂടെ നിൽക്കുന്നവരുടെയും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സ്റ്റാഫിൻ്റെയും വിൽ പവറാണ്. അത് പണിയെടുക്കാനുള്ള ആർജവമാണ്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എന്ത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഗോപാല സാറിനെ വിളിച്ചിട്ട് ഗോപാലേട്ടനോട് ചോദിച്ചു, ഗോപാലേട്ട നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കര ആരോപണം പറയുന്നുണ്ടല്ലോ, എന്താണ് മറുപടി പറയുന്നത്, നിങ്ങളെന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോപാലേട്ടനോട് പറഞ്ഞെന്താ അറിയോ, എൻ്റെ ആശയം നിലവാരമുള്ളവരോട് വർത്താനം പറയും. ഇവരോടൊക്കെ പോയി നമ്മൾ എന്ത് വർത്താനം പറയാം? കാരണം ആ മനുഷ്യൻ 80 വയസ്സുണ്ട്. 80 വയസ്സുള്ളൊരു ആളെക്കുറിച്ചിട്ട് പറയാം. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കഴിഞ്ഞ 80 വർഷമായിട്ട് അവർ എനിക്ക് തോന്നുന്നു 56 വർഷത്തെ എങ്ങാണ്ടാണ് പാരമ്പര്യം. ഏത് ഈ ബിസിനസ് രംഗത്ത് 56 വർഷത്തെ പാരമ്പര്യം. അദ്ദേഹം 80ാമത്തെ വയസ്സിൽ 56 വർഷത്തെ പാരമ്പര്യം ഈ പറഞ്ഞ 2 ആഴ്ച മുന്നേ ആദരിച്ചിട്ടേ ഉള്ളൂ. കേരളത്തിലെ പൊതുസമൂഹം കോഴിക്കോട് വന്ന് കാണണമായിരുന്നു. 10,50,000 ആൾക്കാർ ഒരേ വേദിയിൽ ഇദ്ദേഹത്തെ ആദരിക്കുന്ന പ്രോഗ്രാമുകളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആദരിക്കുന്ന പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആൾക്കാർ അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഇന്നേ വരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ പൊതുമണ്ഡലത്തിൽ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു 80 വയസ്സുള്ള ആളെക്കുറിച്ചിട്ട് പറയുന്ന വർത്തമാനമാണോ ഇത്? ഇവരെ പോലെ എന്തുകൊണ്ട് കേരളത്തിലെ മറ്റുള്ള BJP നേതാക്കന്മാർ പറയുന്നില്ല? ഇവർ പറഞ്ഞ ആരോപണം എന്തെങ്കിലും ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിലെ ഒരു നേതാക്കന്മാരും ഏറ്റെടുത്തില്ല. ഒരു നേതാക്കൾ ഏറ്റെടുക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവർ പറയുന്നതിൽ വസ്തുതയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഞാൻ ഇന്നലെ പറഞ്ഞത്, ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് ഈ ശത്രുവിനെതിരെ നേരെ കയറി അറ്റാക്ക് ചെയ്യുക. ആ നേരെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഈ ശത്രു എന്ന് പറയുന്ന ആൾ കുറച്ച് വലിയ ആളോ വലിയ മാന്യമായിട്ട് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളോ അദ്ദേഹത്തിന് ഈ നിലവാരത്തിലേക്ക് വന്ന് വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, അതാണ് കാരണം എന്ന് പറഞ്ഞ് ഇവർ സ്വന്തം ആ നിലവാരത്തിലേക്ക് ഉയരാൻ നോക്കുക. കാരണം ഒരാളെക്കുറിച്ചാണല്ലോ പറയുന്നത്, മറുപടി പറയാൻ പറ്റാത്ത ആളുടെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഗോപാല സാറോട് ചോദിച്ചപ്പോൾ ഗോപാലനോട് പറഞ്ഞത് എന്താണെന്നറിയോ, ഈ നിലവാരമുള്ള ആളെക്കുറിച്ചാണെങ്കിൽ ആൻഡോ നമുക്ക് സംസാരിക്കാം, നിലവാരമില്ലാതെ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നിലവാരമുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണെങ്കിൽ ഞാൻ സംസാരിച്ചാൽ അടുത്ത സെറ്റ് ഫോട്ടോ കൂടി കാണിച്ചോളൂ. വീണ്ടും അടുത്ത ഒരു സെറ്റ് ഫോട്ടോ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ആന്റോ അഗസ്റ്റിനെ അറിയില്ലെന്നും ആന്റോ അഗസ്റ്റിൻ ഇതെൻ്റെ ഫാമിലി മുഴുവനാണ് കേട്ടോ. എൻ്റെ വൈഫ്, എൻ്റെ മദർ, എൻ്റെ ബ്രദർ, എന്നിട്ട് ബ്രദറിൻ്റെ ഇതെൻ്റെ മമ്മിയും ശോഭാ സുരേന്ദ്രനുള്ള ഫോട്ടോയാണ്. മനസ്സിലായി? ഇതൊക്കെ ഓൺലൈനിൽ കിടന്ന് ഓടുന്നതുകൊണ്ടാണ്. ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫും മകനും ശോഭാ സുരേന്ദ്രനുള്ള ഫോട്ടോയാണ്. ഇതിൽ എൻ്റെ പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ ഫുൾ ഫാമിലിയാണ്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഇത് എൻ്റെ നിലവാരമാണ് പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ അറിയോ, നമ്മൾ നുണ പറയുന്ന ആൾക്കാർ വിശ്വസിക്കുമല്ലോ. ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയാം, അവർക്കൊരു സ്വന്തം ചാനൽ, ഇതാണല്ലോ അവർ പറയുന്നത്. സ്വന്തം ചാനലുണ്ട്, വൈകുന്നേരം വന്നിരുന്നിട്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഞാൻ ഈ പറയുന്ന പരിപാടി ശോഭാ സുരേന്ദ്രൻ നിർത്തിയിട്ടില്ലെങ്കിൽ, ശോഭാ സുരേന്ദ്രനോടാണ് പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ നിർത്തിയിട്ടില്ലെങ്കിൽ ഞാനിത് എൻ്റെ ജോലിയായിട്ട് ഇപ്പോൾ ഉള്ള കമ്പനീൻ്റെ കുറേ കമ്പനികൾ കാണിച്ചല്ലോ. എമറാജ് കാണിച്ചു, മറ്റേ കമ്പനി കാണിച്ചു, മാംഗോ ഫോൺ കാണിച്ചു, മറ്റേ കമ്പനി, ഇതൊക്കെ എനിക്കറിയാം. ഇതെല്ലാം എൻ്റെ കമ്പനി തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ സംശയം ഉണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്നെ വിളിച്ച് ചോദിച്ചോളൂ. ഫോൺ നമ്പർ ഉണ്ടല്ലോ കയ്യിൽ, നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചോളൂ. ഏതാ ആൻഡോ ഈ കമ്പനിക്ക് ഇതിന് എത്ര ടാക്സ് അടിച്ചിട്ടുണ്ട്, ഇതിന് എത്ര വെട്ടിപ്പെടുത്തും, നിങ്ങൾ അവർക്ക് കൊടുക്കും. ഇത് നേരിട്ട് വിളിച്ചാൽ പോരെ, മാധ്യമങ്ങൾ വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി നിങ്ങൾ പറഞ്ഞോളൂ, എന്നിട്ട് വിളിച്ചാലും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നിങ്ങളോട് അമ്മാതിരി ഒരു ദേഷ്യമില്ല, ഒറ്റ ദേഷ്യമുള്ളൂ. എന്താണെന്നറിയോ, നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നേർക്ക് നേർ ഫൈറ്റ് ചെയ്യണം. അല്ലാതെ വീട്ടുകാരെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ഞാൻ അതിനേക്കാളും നല്ല റെഡിക്ക് മറുപടി പറയും. നിങ്ങളെക്കാളും നല്ല രീതിയിൽ എനിക്കത് അറിയാം. അത് പറയിച്ചിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അതിൻ്റെ ദോഷം. ശോഭാ സുരേന്ദ്രൻ്റെ മക്കളും കുട്ടികളും ഭർത്താക്കന്മാർക്ക് ഉള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് തന്നെ ദോഷം. പിന്നെ ഇതൊരു വെല്ലുവിളി ആയിട്ട് ഏറ്റെടുക്കാൻ എനിക്ക് ഒരു മടിയില്ല. അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ നിർത്തിയാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങളാണ് തുടങ്ങി വെച്ചത്. അത് എന്നോട് ഇപ്പോൾ ഞാൻ ഇതിന് കയറുന്നതിന് മുൻപ് എന്നെ ഒരു 4 പേര് വിളിച്ചു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പേര് വിളിച്ചു. 4 പേര് വിളിച്ചിട്ട് ഒരാളെന്നോട് പറഞ്ഞു, ആൻഡോ സാറേ കാല് ഞാൻ പിടിക്കാം. ഇപ്പം പറഞ്ഞതാണ്, കാല് ഞാൻ പിടിക്കാം, നിങ്ങളിതൊന്ന് നിർത്തുക. അവരറിയാതെ ചെയ്തു പോയതാണ്, അറിയാതെ പോയത് പറഞ്ഞാൽ അവരെ വായക്കിന് നാവിന് എല്ലില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അവർ പറയുന്നതിന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? കുറേ കഷ്ടപ്പെട്ട് വളർന്ന സ്ത്രീയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തും. ഇപ്പം എല്ലാം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളൊരു സ്ത്രീ ഈ കേരളത്തിൽ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ച സ്ത്രീ ഒരു വനിതയാണ്. ആ വനിതയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവണമെങ്കിൽ ഇമാതിരിയുള്ള ചീപ്പ് പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. രാഷ്ട്രീയ ആരോപണങ്ങൾ പറയുന്നത്, വ്യക്തിപരമായിട്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ, നിങ്ങൾക്കറിയാലോ എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന്, എങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ അറിയാം. നിങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ട് എനിക്ക് സംഘം അറിയാം, നല്ല രീതിയിൽ BJP അറിയാം, നല്ല രീതിയിൽ BJPൻ്റെ ആൾക്കാരെ അറിയാം, സംഘത്തിൻ്റെ ആൾക്കാരെ. അപ്പോൾ ഒരു പരിധിവരെ ശോഭാ സുരേന്ദ്രൻ അതിന് മേലെ അധികം കഷ്ടപ്പെടണ്ട. ഇനി ഇത് നിങ്ങളായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഞാനായിട്ട് വന്നിട്ട് ശോഭാ സുരേന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചല്ല, നിങ്ങളായിട്ട് തന്നെ ചെയ്യിപ്പിച്ചതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ഒരു ആസ്തിൻ്റെ കാര്യം കൂടെ പറയാം. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ട്, സ്ഥലമുണ്ട്.
എനിക്കെന്താണ് 1500 കോടി എന്നൊക്കെ 1000 കോടിക്ക് അതിൽ ആസ്തി ഉണ്ടെന്ന്, അതിനേക്കാളും കൂടുതലുണ്ടാവാം, കുറവും ഉണ്ടാവാം. ഇനി ഏതെങ്കിലും സ്ഥലം ശോഭാ സുരേന്ദ്രന് കൊടുക്കാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. ഞാൻ പോയിട്ട് നല്ല സ്ഥലമാണെങ്കിൽ അതിൻ്റെ കമ്മീഷനും തരാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കമ്മീഷനും തരാം. ആ ബിസിനസ് കൂടെ ആ സ്ഥലം കൂടെ ഞാൻ ഏറ്റെടുത്തോളാം. എനിക്ക് നല്ല സ്ഥലമാണെങ്കിൽ കേട്ടോ. കാരണം എനിക്ക് ഈ പറയുന്ന തോന്നിയ സ്ഥലങ്ങളൊന്നും പറ്റില്ല. മറ്റേ ദല്ലാൽ നന്ദകുമാറിനെ കൊടുത്ത പോലത്തെ പ്രോപ്പർട്ടീസ് ഇല്ലേ, അതൊന്നും എനിക്ക് പറ്റില്ല. ജെന്യുവനായിട്ടുള്ള സ്ഥലം ആരെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞാനത് വാങ്ങാൻ എനിക്ക് തയ്യാറാണ്. അത് പിന്നെ മറൈൻ ഡ്രൈവിൽ 25 ഏക്കറിൽ 5 ഏക്കർ യൂസഫ് അലിക്ക്, 16 ഏക്കർ രവി പിള്ളയ്ക്ക്, 16 ഏക്കർ ശോഭപ്പിള്ളയ്ക്ക്, പിന്നെന്താണ് ബാക്കി 6 ഏക്കർ ആൻഡോഗസ്റ്റിന്. ആൻഡോഗസ്റ്റിന് ഇല്ലയെന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ആൻഡോഗസ്റ്റിന് ഇവർ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? അതിനി ഇൻകം ടാക്സിനെ ഇഡിനെ വിടുന്നുണ്ട്, പെട്ടെന്ന് വിടണം. കാരണം അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഇതൊക്കെ വരുമെന്ന് നമുക്ക് നേരത്തെ അറിയാമല്ലോ. ഈ പ്രസ്ഥാനമായിട്ട് ഇതിലിരിക്കുമ്പോൾ ഇതൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇതൊക്കെ പ്രിപ്പയർ ആക്കിയിട്ടും ഇതിനൊക്കെ ഇൻകം ടാക്സ് അടിച്ചിട്ടും ഇതിനൊക്കെ GST അടിച്ചിട്ടും ഇതിൻ്റെയൊക്കെ ED വരുമെന്നുള്ളതും ഇതൊക്കെ രാവിലെ ഉച്ചയ്ക്ക് പെയ്ത്. പിന്നെ അടുത്തത് ചാനലിൻ്റെ ലൈസൻസ്. അയ്യോ, നിങ്ങളുടെ കയ്യിലാണല്ലോ ഈ ഇരിക്കുന്ന പ്രസ്ഥാനം മുഴുവൻ ഇരിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ ഡൽഹിയിൽ പോയിട്ട് ഇതിൻ്റെ ലൈസൻസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഓഗസ്റ്റിൻ്റെ ചാനൽ പൂട്ടിച്ചു എന്ന് പറഞ്ഞോളൂ. ഒരു പ്രശ്നമില്ല, അത് ചെയ്ത് കാണിച്ചാൽ മതി. അതിലുള്ള തൻ്റെ ഇടയെങ്കിലും ഇതിൻ്റെ ഭാഗത്താക്കി കാണിക്കുക. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു അട്ടിപ്പേറ അവകാശം ഏറ്റെടുത്തിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചെയ്തോളൂ. നാളെ രാവിലെ പറഞ്ഞിട്ട് വേറെ ഒന്നും പറയണ്ട, എത്രമാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, തന്തയ്ക്ക് വിളിക്കുന്നതും വീട്ടുകാരെ പറയുന്നതും ഒക്കെ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് അത് മാന്യമായ ഭാഷയിൽ നിർത്തിക്കോളൂ, അതിന് ഭാഗമാക്കാം. പിന്നെ ഇതിന് മുമ്പ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കാണിക്കാം. അത് കാണിച്ചാൽ കുറിച്ച് നിങ്ങൾ അറിയാമല്ലോ. കാരണം ഞാൻ 5 കോടി കൊടുത്താൽ സംസ്ഥാന ബസ് ഉണ്ടാക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ, 5 കോടി കൊടുത്താൽ എനിക്ക് എൻ്റെ അടുത്ത് 2 കോടിയുണ്ട്, ബാക്കി 3 കോടിയും കൂടെ കിട്ടിയ ആൻഡോ സാറേ നമുക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാം. ഞാൻ അങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് എനിക്ക് സ്വന്തമായിട്ട് വേണ്ടാത്തതുകൊണ്ട്, കേരളത്തിലെ BJPൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എനിക്ക് സ്വന്തമായിട്ട് വേണ്ടാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. കാരണം അല്ലെങ്കിൽ 3 കോടിയും കൂടെ കൊടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് പോക്കറ്റിലുണ്ടാവും. ഒരു വണ്ടിയും മേടിച്ചോട് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റായി വെച്ചാലോ. നമുക്കിഷ്ടമുള്ള ജില്ലാ പ്രസിഡന്റ് പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഇവർ പറഞ്ഞ അങ്ങനെയാണല്ലോ, അട്ടിപ്പേറ അവകാശം ഏറ്റെടുത്തിട്ട് കേരളത്തിൻ്റെ ഒരു 10-40 MLA-മാരോ ഒരു MP ഒക്കെ ആയിട്ട് നമുക്ക് അതിനേക്കാളും വലിയ മുതലാളിയായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ഈ മുതലാളി എന്നുള്ളത്. അപ്പം മുതലാളി ആയിട്ടില്ല, 35-ാമത്തെ വയസ്സിലുള്ള മുതലാളി ആയിട്ടുള്ളൂ. എനിക്കൊരു 10-15 വർഷമായിട്ടില്ല ഈ പരിപാടി തുടങ്ങിയിട്ടേ. കാരണം ഈ പഠിച്ചിറങ്ങിയിട്ട് ഈ അവസ്ഥയിലെത്താനുള്ള സമയമായിട്ടുള്ളൂ. ഒരു 50 വയസ്സൊക്കെ ആയിട്ട് പറയും, എന്നാലും നമുക്കൊരു പിന്നെ ഒരു ഊർജ്ജം കിട്ടും. 50 വയസ്സ് ഇപ്പോൾ ഗോപാലേട്ടനെ കുറിച്ച് പറയുമല്ലോ, 50 വർഷം ഈ മണ്ഡലത്തിൽ പിന്നെ പ്രവർത്തിച്ച ആളാണെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മകനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു 5-6 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ നിലവാരം എന്നോട് കാണിച്ചാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്, ഞാൻ നിങ്ങളെ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. നിങ്ങളെ ബഹുമാനത്തോടുകൂടിയിട്ടും ആ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഇതുവരെ ഞാൻ സംസാരിച്ചുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കിയോ. നിങ്ങളുടെ ലൈഫിന് നല്ലതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ആവണം, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തോളൂ. ഇനിയും കാരണം ഞാൻ എന്നെ സംബന്ധിച്ചോളം നടന്നത് എന്ത് ശോഭാ സുരേന്ദ്രൻ നമ്മൾ രാവിലെ തുടങ്ങി കേട്ടോണ്ടിരിക്കുക. നമ്മൾ വീട്ടെഡിറ്റേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ യൂട്യൂബിൻ്റെ അടിയിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് അനുകൂലമാകുന്നവരും പ്രതികൂലമാകുന്നവരൊക്കെ വാരി വലിച്ച് കേട്ടോണ്ടിരിക്കുന്നല്ലേ, എത്ര കമൻറ്റുകൾ നമുക്ക് വരുന്നു. നമ്മൾ അതിനേക്ക് അത്രത്തേ കണ്ടിട്ടുള്ളൂ. പക്ഷേ വീട്ടുകാരെ പറഞ്ഞാൽ അത് കേട്ടിരിക്കുക അത്ര സുഖം ഉണ്ടാവില്ല. ഇനി അത് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു ഫോട്ടോ എങ്കിലും ചോദിച്ചു. ശോഭാ സുരേന്ദ്രന് പല ഫോട്ടോകൾ കാണിച്ചു. ഇനിയും ഫോട്ടോകൾ പുറത്തുവിടാമെന്ന് ആന്റോ അഗസ്റ്റിൻ പറയുന്നു. ഇനി ഇതിനുള്ള മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മുൻപ് പ്രേക്ഷകർ ഇതുകൂടി കേൾക്കൂ. ദല്ലാൽ നന്ദകുമാർ ശോഭയെപ്പറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതുകൂടി കേട്ടുവരാം. എന്റെ ഇന്ന് BJPയുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന് അതിന്റെ കോപ്പി. അന്ന് ഞാൻ 2014 അക്കൗണ്ട് ഹോൾഡർ പേര് നോക്കിയാൽ കാണാമല്ലോ. ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? തൃശ്ശൂരുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് തന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. SBIയുടെ പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് ആ പൈസ അയച്ചു കൊടുത്തത്, എന്റെ ചെക്ക് വഴി. ഈ വിഷയത്തിൽ ശോഭ ഇതുവരെയും കേസ് കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇല്ല, ശോഭ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ പോയിരുന്നിട്ടാണ് EP ജയരാജന് വേണ്ടി സംസാരിച്ചതെന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ പറഞ്ഞ ദല്ലാൽ നന്ദകുമാരൻ ഇതേ വീട്ടിലാണ് EP ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ പോയത്. അത് മാത്രമല്ല, അതിന് ആദ്യത്തെ ദിവസം തള്ളു ചെയ്തേ. ഫസ്റ്റത്തെ ദിവസം ശോഭാ സുരേന്ദ്രൻ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദല്ലാൽ നന്ദകുമാർ ഈ പറഞ്ഞ റെസിപ്റ്റുമായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇന്നത്തെ പത്രസമ്മേളനം അതാണ് പറയുന്നത്. അപ്പോൾ ഇത് 10 ലക്ഷം രൂപയുടെ ഒരു കണക്കാണ്. ഇനി 25 ലക്ഷം രൂപയുടെ വേറൊരു കണക്കുണ്ട് എന്ന് കേൾക്കുന്നു. അതെ, അതുകൊണ്ട് ഇവിടെ ശോഭാ സുരേന്ദ്രനെതിരെ നേരത്തെ തന്നെ പണം വാങ്ങിയെന്നൊരു ആരോപണം ഉള്ളതാണ്. ആ റെക്കോർഡിംഗ് കൂടി, ആ ശബ്ദ സംഭാഷണം, ശോഭയുടെ തന്നെ സംഭാഷണം ഒന്നുകൂടി കേട്ടുവരാം. നമസ്തേ. എന്തായി നിങ്ങൾ തിരിച്ചു വിളിച്ചില്ലല്ലോ? അയ്യോ സോറി, ഞാൻ ഓരോതിപ്പോ കളക്ടറേറ്റിലേക്ക് പോവാ. മലപ്പുറത്ത് ഒരു ഹിയറിംഗ് ഉണ്ട്. അല്ലാതെ അതിന്റെ അർത്ഥം ദാസേട്ടന് കാശിന് ആവശ്യമില്ലാന്ന്. എന്താ അങ്ങനെയൊക്കെ പറയണേ?
എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു? ഞാനേ ഓരോ തിരക്കില് പെടുന്നതാണ്. അല്ല തിരക്കിന്റെ അല്ലല്ലോ ഇത്. നമ്മള് തിരുവനന്തപുരത്ത് പോയിട്ട് ബഹറയ്ക്ക് പരാതി കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ പോകേണ്ട ആവശ്യമുള്ളൂ. ഞാനേ അതെന്താ ചുരുക്കി പറയട്ടെ, ഞാനതിന് തുറന്നു പറയാം. നമ്മള് DIG സുരേന്ദ്രനില്ലേ, പുള്ളി ഇടയ്ക്ക് നമ്മൾ പരാതി കൊടുത്തിട്ട് ആ സാധനം പുള്ളിയുടെ കയ്യിൽ കിടക്കാണ്. പുള്ളി ഇന്ന് നാളെ കിടന്നിട്ട് കാര്യമില്ല. പുള്ളിക്ക് നിങ്ങൾ പരാതി കൊടുത്തപ്പോ അയാൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് മോളിന്ന് വേറെ വിളിച്ചു പറഞ്ഞു ഈ കേസിൽ ഇടപെടണ്ട, പിണറായിയുടെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കിയത് ആരാച്ചാല് ജയരാജൻ വഴി ഓപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇതേ പിണറായി തന്നെ പറയും ദാസന്റെ കാര്യം പരിഹരിക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അതായത് നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് ബഹറയ്ക്ക് പരാതി കൊടുക്കാൻ പോരുക. അയാൾക്ക് പൈസ നിങ്ങൾ കൊടുക്കണ്ട. ഞാൻ പറയണെന്താ വെച്ചാൽ നമുക്ക് ഇയാളോട് പറയണം 2 ദിവസത്തിനുള്ളിൽ പോയിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് പോന്നിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഒന്നും പോയി പറയണ്ടെന്ന്. ഇയാളിപ്പോ ഇടപെട്ടിട്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട. ബഹറയ്ക്ക് പരാതി കൊടുത്തു അയാൾ അറിയണ്ട. ബഹറയുടെ വീട്ടിൽ പോകുന്നു, നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു. പിറ്റേ ദിവസം ജനമാഷ വിളിക്കുന്നു, ശ്രീശനെ വിളിക്കുന്നു. അതെല്ലാം അവിടുന്ന് നടക്കും. പക്ഷെ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ, മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് വായിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഈ കള്ളത്തരങ്ങളില്ല, എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയേണ്ട കാര്യമുള്ളൂ. മാഷക്ക് ഈ പൈസ വന്നിട്ടുള്ളത് വേറെ വഴി കൂടിയാണ്. പിന്നെ നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവുക. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി റുപ്യ നമുക്ക് മേടിക്കണോ വേണ്ടയോ? അല്ല അതിപ്പോ പിന്നെ കിട്ടും ഈ 20-ാം തീയതി കിട്ടും പറഞ്ഞിരിക്കണേ. അത് ചെക്ക് ചെയ്തെടുത്തോളൂ, ഇല്ലെങ്കിൽ അത് കിട്ടിക്കാനുള്ള പരിപാടി അവിടെ നോക്കാം. ആയിക്കോട്ടെ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. പുണ്യപ്രവൃത്തി ചെയ്യാനല്ലെന്നും 25 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും അത് 1 കോടി രൂപ പിടിക്കാനാണെന്നും അതൊരു പോസ്റ്റിനു വേണ്ടിയാണെന്നും പറയുമ്പോൾ ഇപ്പോഴും BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഇതിനകത്ത് ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അത് ഇവരോട് മാത്രമല്ല, എന്നെ ഒരു 10 പ്രാവശ്യം പേര് വിളിച്ചിട്ടുണ്ടാവുന്നത്. ഞാൻ വേണമെങ്കിൽ തരാം ഡീറ്റെയിൽസൊക്കെ. ഇതൊക്കെ ഇവരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നേ. വെറുതെ എന്തിനാണ് ഇവരെ ഭാവി കളയാൻ നിൽക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയക്കാരെ അഴിമതി കാണിക്കാത്തവരാന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ എന്താണ്, എല്ലാത്തിനും ഒരു മാന്യത വേണമെന്നേ. ഒരു പ്രവൃത്തിക്ക് ഒരു മാന്യത വേണ്ടേ? ഇതെന്താണ് ഇതിങ്ങനെ 25 ലക്ഷം ഒരു പോസ്റ്റ് ഇവർ എന്താണ് BPCL ഏതോ ഒരു പിന്നെ പെട്രോളിയം കമ്പനീൻ്റെ ഡയറക്ടറോ പിന്നെ ഒരു മെമ്പറാണ്, നാഷണൽ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഒരു പെട്രോളിയം ചെന്നൈയിലാണ്. ആ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്കറിയാം, ഞാൻ ഇവരുടെ കൂടെ പോയിട്ട് ഇനി പറയിപ്പിക്കുകയാണ്. എന്താണ് പിന്നെ തമിഴ്നാട് 2019 ഇത് പറഞ്ഞു തുടങ്ങിയല്ലോ. ഗവർണറെ പോയി കണ്ടിട്ടുണ്ട് ഞാനിവരും കൂടെ ഒന്നിച്ചു പോവാണ്. ഈ ശോഭാ സുരേന്ദ്രൻ ഞാനും കൂടെ മറ്റേ പുരോഹിത്, എന്ത് പുരോഹിതായിരുന്നു? ബൻവാലി ലാൽ പുരോഹിത്. അദ്ദേഹം തമിഴ്നാട് ഗവർണറായിരുന്നു. ഞാനും ഇദ്ദേഹം കൂടി അപ്പോൾ എൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു, ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, ഇവരുണ്ടായിരുന്നു. ഇവരൊരു വെള്ള പിന്നെ ഇന്നോവ ക്രിസ്റ്റയിലാണ് അന്ന് വന്നിട്ടുള്ളത്, ഒരു വെളുത്ത ഇന്നോവ ക്രിസ്റ്റയിൽ. അപ്പം നമ്മൾ വെറുതെ പറയിപ്പിക്കണ്ട, അതാണ് നല്ലത്. അപ്പോൾ ശരി, അപ്പോൾ 25 ലക്ഷം രൂപ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാചകങ്ങൾ പ്രേക്ഷകർ കേട്ടു. ഇതൊരു പുണ്യപ്രവർത്തിക്കല്ല, ഒരു കാര്യം ചെയ്തു കൊടുത്താൽ അതിനുള്ള പ്രത്യുപകാരമായി ലഭിക്കേണ്ട 25 ലക്ഷം രൂപയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതും 1 കോടി രൂപ തിരിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അതൊരു പുണ്യപ്രവൃത്തിയല്ലെന്നും അതൊരു പോസ്റ്റിനു വേണ്ടിയാണെന്നും കൂടി പറയുമ്പോൾ ഒരു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് ആൻഡ്രൂ. BJP എന്ന് പറയുന്ന പാർട്ടി, പൈസ കൊടുത്ത് പോസ്റ്റ് വാങ്ങാൻ പറ്റുന്ന പാർട്ടി. ഏത് പാർട്ടി? ഇന്ത്യയിലെ കേരളത്തിലെ ഒരുപാട് BJP അനുയായികളുടെ വിശ്വാസമുള്ള, ഇന്നും ഊണും ഉറക്കവും ഉപേക്ഷിച്ച പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ, അവരെ മുന്നിൽ നിർത്തിയാണ് പറയുന്നത് ഒരു പോസ്റ്റിന് വേണ്ടി 25 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന അവസ്ഥയുണ്ടാവുന്നത്. ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്രയും നല്ല രീതിയിൽ ഒരു വലിയ പ്രസ്ഥാനം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവിടെ ആൻഡ്രൂ അഗസ്റ്റിന് എന്താ പ്രസക്തി? ആൻഡ്രൂ അഗസ്റ്റിൻ്റെ പിന്നിൽ ഈ പറയുന്ന സതീഷ്, എന്ത് സതീഷ, പിന്നെ തിരൂർ സതീഷ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കൊടകര വിഷയത്തെ കത്തിച്ചു നിർത്തതിൻ്റെ അർത്ഥം എന്താണ്? അത് ആരാണ് കത്തിച്ചു നിർത്തുന്നത്? ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനല്ലേ? അവിടെ ആൻഡ്രൂ അഗസ്റ്റിന് എന്ത് പ്രസക്തിയാണ്?
റിപ്പോർട്ടർ ടി വിക്ക് എന്ത് പ്രശ്നം? ഇപ്പം എന്താ ഇവർ ചെയ്തതെന്നറിയോ? റിപ്പോർട്ടർ ടി ഒരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, റിപ്പോർട്ടർ ടി വിയെയും 24 ചാനലിനെയും ഈ പ്രസ്ഥാനത്തിനെതിരാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമതും മൂന്നാമത് നിൽക്കുന്ന പിന്നെ ചാനലുകളാണല്ലോ. ഒന്നാമതിനടുത്താണ്, 1 പോയിൻറ്റ് 1.5 പോയിൻറ്റിൻ്റെയൊക്കെ വ്യത്യാസമാണ് നമ്മൾ ഏഷ്യാനെറ്റും നമ്മളും തമ്മിലുള്ളത് അല്ലേ? എന്താണ് പിന്നെ നമ്മുടെ റൂറൽ ഏരിയയിലൊക്കെ നമ്മൾ നമ്പർ 1 ആണ്, മനസ്സിലായോ? അപ്പം യൂട്യൂബ് ഫേസ്ബുക്കിലും എന്താണ് ഡിജിറ്റലിലും നമ്മൾ നമ്പർ 1 ആണ്, എത്രയോ മുന്നിലാണ് നമ്മൾ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു 35,000-40,000 അറ്റ് എ ടൈം വ്യൂവർഷിപ്പ്, പിന്നെ ലൈവ് വ്യൂവർഷിപ്പ് യൂട്യൂബിൻ്റെ അകത്ത് നമ്മുടെ മിനിമം ഈ സമയത്തും ഉണ്ടാകും 35,000 ഒക്കെ. അപ്പം ഇത്രയും അധികം ആൾക്കാർ കണ്ടുപിടിക്കുന്ന ഒരു പിന്നെ ചാനലിനെ, അല്ലെങ്കിൽ 50% കേരളത്തിലെ ഒരു 50% വരുന്ന മലയാളികൾ കാണുന്ന ഒരു സ്ഥാപനത്തെ ഈ പറയുന്ന പ്രസ്ഥാനത്തിനെതിരാക്കുക. അപ്പോൾ എന്താണ്, ആദ്യം അതിൻ്റെ മാനേജിങ് എഡിറ്റർ കയറി അങ്ങ് അടിക്കും. അപ്പോൾ എന്താണ്, അവർക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് നടത്താൻ പറ്റുകയാണെങ്കിൽ ഈ പാർട്ടിക്കെതിരെ അങ്ങ് തിരിഞ്ഞാൽ കഴിഞ്ഞില്ലേ അവർക്ക്. ഇനിയിപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ സ്ഥാപനം ആരാ? 24-നെതിരെ അവർ രണ്ടുപേരെയും അങ്ങ് ബഹിഷ്കരിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? ഈ പ്രസ്ഥാനത്തിനെതിരാക്കുക എന്നുള്ളത്. കെ സുരേന്ദ്രൻ വന്നിട്ട് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഭവമേ പാർട്ടിക്കില്ല, അങ്ങനെ ഒരു ചിന്തയെ പാർട്ടിക്കില്ല. അപ്പോൾ ആരെ എതിരാക്കുന്നത്? ഈ 2 അപ്പം ഈ 2 സ്ഥലത്തെ ഒരു പിന്നെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് എതിരായ എന്താ സംഭവിക്കുക? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളറിയില്ല. അത് നമുക്ക് വിവേകമുള്ളതുകൊണ്ടും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് വിവേകമുള്ളതും ഇവരുടെ അത്രയും ബുദ്ധിശോഷണം ഇവിടെ ആൾക്കാർക്ക് പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾ ആ കെണിയിൽ വീണില്ല എന്നേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രന് മറുപടി വേണ്ട എന്നാണ് ചോദ്യം. സുജയ, മറുപടി ഇത് പോരെ? മറുപടി ഇത് കുറച്ച് കൂടിപ്പോയെന്നാണ് എനിക്ക് കേട്ടിരുന്നപ്പോൾ തോന്നിയത്. ആൻഡോ സാർ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടക്കം വലിച്ചിട്ടത് കൊണ്ടാണ്, ഇത്രയും പറയാവുന്നതിൻ്റെ ഒരു മാന്യത നിലനിർത്തിക്കൊണ്ടാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും ഒരു അതിരുവിട്ട് പോകുന്ന പ്രതികരണത്തിലേക്ക് പോയി. ഞാനിതുവരെ കണ്ടുവന്ന ശോഭാ സുരേന്ദ്രൻ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രതികരണങ്ങളൊക്കെ കാണുന്ന ഒരു ശോഭാ സുരേന്ദ്രൻ, ഒരു സഭ്യതയുണ്ടായിരുന്നു. അല്ലെങ്കിൽ പറയുന്ന വാചകങ്ങളിലൊക്കെ അവർക്കൊരു വാക്കടക്കം എന്ന് നമ്മൾ പറയുമല്ലോ, ആ വാക്കുകളിൽ ഒരു അച്ചടക്കം അവർക്ക് ഉണ്ടായിരുന്നു. പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമെങ്കിലും ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതിപ്പോൾ ഒറ്റത്തന്തയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളികളിലേക്കൊക്കെ പോകുന്ന ഒരു ശോഭാ സുരേന്ദ്രനെ എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവർക്ക് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകും. മാത്രമല്ല ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് യോഗ്യതയെക്കുറിച്ച് അവർ പറയുന്നതിൽ നിന്നൊക്കെ വ്യക്തമാണ്. പക്ഷേ അതിലേക്കൊക്കെ വരുന്ന ഒരാൾ സ്വീകരിക്കേണ്ട ഒരു ഭാഷാ ശൈലിയൊക്കെ ഇതാണോ എന്നതാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന ചോദ്യം. മാത്രവുമല്ല, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ചിത്രങ്ങൾ, അത് ഇപ്പോഴത്തെ ഒരു ആൻഡോ സാറിൻ്റെ ഫേസ് ഒന്നുമല്ല, പഴയ ചിത്രമാണ് എന്നുള്ളത് കാണുന്നതിൽ തന്നെ മനസ്സിലാകും. ആൻഡോ സാറിൻ്റെ ബ്രദേഴ്സ് ആയാലും അമ്മയുള്ള കാലത്ത് വീട്ടിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ കണ്ടത് പരിപാടിയിൽ വെച്ചാണ്, എന്നെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ ശോഭാ സുരേന്ദ്രൻ ചെയ്ത ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയത്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയത്, ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാം, പക്ഷേ അത് കുടുംബാംഗങ്ങളെ കൂടി മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു രീതി അവലംബിച്ചത്, അത് ഒറ്റ തവണയല്ല, 2 തവണയായി. 2 ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അങ്ങനെ പറയുന്നത് പൊതുമധ്യേ അവരെ എത്രത്തോളം അവഹേളിക്കാനും ഇകഴ്ത്താനും ഇടയാക്കിയിട്ടുണ്ടാകും എന്നുള്ളത് അവർ കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ്. ശോഭാ സുരേന്ദ്രന് വേണ്ടി പലരും ഇനി അവരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആൻഡോ സാറിനെ വിളിച്ചത് നമ്മളുമൊക്കെ കേട്ടതാണ്, വിളിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ തെറ്റെന്ന് പറയുന്നത്, ഒരാളോട് എതിർപ്പുണ്ട് എങ്കിൽ അതിൽ അയാൾക്കെതിരെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ആ വ്യക്തിയോട്ടുള്ള എതിർപ്പ്. ഇപ്പോൾ തിരൂർ സതീശിനെ രംഗത്തിറക്കി എന്നൊക്കെ പറയുന്നത്, തിരൂർ സതീശിൻ്റെ പ്രതികരണം മറ്റൊരു ചാനലിൽ കണ്ടതിന് ശേഷം നമ്മുടെ ഒരു റിപ്പോർട്ടറാണ് ഈ തിരൂർ സതീശിൻ്റെ പ്രതികരണം എടുക്കാൻ പോകുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ആൻഡോ സാറ് അതിൽ ഇടപെട്ടുകൊണ്ട്, ആൻഡോ സാറ് ഈ തിരൂർ സതീശ് എന്നുള്ള പേര് നമ്മളോട് ആരോട് ഞാൻ എന്തായാലും കേട്ടിട്ടില്ല. തിരൂർ സതീശിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 24-ലാണ്. ഹാഷ്മിയോട് സംസാരിക്കുന്ന തിരൂർ സതീശിനെയാണ് ഞാൻ ആദ്യമായി കാണുന്നത്. ഞാൻ അപ്പോഴും കണ്ടിട്ടില്ല. ഞാനത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒന്നുകിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിത് വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഈ തിരൂർ സതീശിനെ കുറിച്ച് ഒരിക്കലെങ്കിലും ഞങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് പറയുകയെങ്കിലും ചെയ്യുമായിരിക്കുമല്ലോ. സ്വാഭാവികമായും ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്തെങ്കിലും പറയണമല്ലോ. അങ്ങനെ പോലും ഈ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടില്ല. പിന്നെ BJP-യിലെ അങ്ങനെ വലിയ ഒരു പഞ്ചായത്തിന് ചുമതല കുറച്ചു കാലം ഉണ്ടായിരുന്ന ഒരു ജില്ലാ ഓഫീസ് സെക്രട്ടറി എന്ന നിലയിൽ അങ്ങനെ പുറത്ത് കേട്ടിട്ടുള്ള പേരെയല്ല. അപ്പോൾ ഒരു പുതിയ കഥാപാത്രം എന്ന നിലയിലാണ്. കാരണം ഈ കൊടകര കേസ് ചർച്ചയായപ്പോഴൊന്നും നമ്മൾ ഈ തിരൂർ സതീഷിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ.
2021 മുതലുള്ള ഈ 3 വർഷക്കാലവും നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു പുതിയ പേര് അതിങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അങ്ങനെ ആ വെളിപ്പെടുത്തൽ കാണുമ്പോൾ സ്വാഭാവികമായും എല്ലാ ചാനലുകളും അയാളുടെ പ്രതികരണം എടുക്കുന്നു. പിന്നീട് അത് അയാൾ തന്നെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പ്രതികരണം നടത്തുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ തിരൂർ സതീശിനെ ആദ്യ പ്രതികരണത്തിലേക്ക് എത്തിച്ചത് ആരാണ്? അത് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞതാണ്. ആ റൂട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് CPIM ഇറക്കിയതാണോ? അവിടെ ഞാൻ ശോഭാ സുരേന്ദ്രനെ അനുകൂലിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യ ദിവസം ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങളും പരിശോധിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് MK കണ്ണന്റെ കാര്യം പറഞ്ഞതും AC മൊയ്തീൻ്റെ കാര്യം പറഞ്ഞതും ഒക്കെ അതെല്ലാം അനുകൂലിച്ച ആളായ ഞാൻ തന്നെയാണ് ഇത് പറയുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ, ശോഭ ചേച്ചി എന്ന് വിളിക്കാം അല്ലേ, അവർ പറഞ്ഞത് അത് ശരിയായില്ല. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കാണിക്കേണ്ട ഒരു പക്വത ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ പ്രതികരണം കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ചാനലുകളെ വിലക്കുന്നതൊക്കെ വ്യക്തിപരമായി ഒരാൾ ചെയ്യുമ്പോൾ അത് ആ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം എന്താണ്? ഇങ്ങനെയുള്ള വിഴുപ്പലക്കലുകൾ പരസ്യമായി നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി BJP ഒരു വിജയത്തിന് അടുത്തു നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ മാധ്യമങ്ങളുടെ അവസ്ഥ ഞാൻ പറയുന്നത് 1 മണിക്കൂറാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഡിഫമേഷൻ, ഏത് ക്രിമിനൽ ഡിഫമേഷൻ എന്നാണ് പറഞ്ഞത്. ക്രിമിനൽ ഡിഫമേഷൻ കൊടുക്കേണ്ടത് എവിടെയാണെന്നറിയോ? എനിക്കറിയില്ലാഞ്ഞിട്ടല്ല. ഇത് എനിക്ക് ഞാൻ 3 ദിവസമായി ക്രിമിനൽ ഡിഫമേഷൻ പറയുന്നത്. എനിക്ക് ആർക്കൊക്കെ കൊടുക്കാമെന്നറിയോ? എനിക്ക് കൊടുക്കാം, ബ്രദേഴ്സിന് കൊടുക്കാം, മക്കൾക്ക് കൊടുക്കാം, ഭാര്യയ്ക്ക് കൊടുക്കാം. ഈ ഒക്കെ ഇവർ ക്രിമിനൽ ഡിഫമേഷൻ കൊടുത്തുകൂടെ? എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അത് 1.5 മണിക്കൂർ നിന്ന് കാണിക്കുകയാണ്, ടെലികാസ്റ്റ് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ, കഷ്ടം. എന്തായാലും ആ പറഞ്ഞ വാചകങ്ങൾ അത് ശരിയായില്ല എന്നതാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിൽ നിന്ന് അവരുടെ, ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, അവരുടെ നേതൃത്വത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് ടാലൻ്റ് ഉണ്ട്, പക്ഷേ അത് ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇന്നലെയും ഇന്നും അതിനു മുൻപും ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾ. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ പോലൊരു ചാനൽ വളരെയധികം പ്രേക്ഷകരുടെ അംഗീകാരവും പ്രേക്ഷകരുടെ സമ്മതവുമുള്ള, പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നൊരു ചാനലിൻ്റെ വിലയേറിയ സമയമാണ് ശോഭാ സുരേന്ദ്രൻ എന്നൊരു വ്യക്തിയിൽ ചുറ്റിപ്പറ്റിപ്പോയത് എന്നതാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായൊരു നഷ്ടം. തീർച്ചയായിട്ടും നമുക്കിതിവിടെ അവസാനിപ്പിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. ഇതിനെ തുടർന്നുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിന് വലിയ ഗുണമുണ്ടാക്കും എന്നെനിക്ക് തോന്നുന്നുമില്ല. എന്നാൽ അതേസമയം ഒരു മാധ്യമ സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിന് മറുപടി നൽകുക എന്ന ഉത്തരവാദിത്വം അതിൻ്റെ MDക്കുള്ള ആ റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് MD മറുപടി പറഞ്ഞു. നമ്മൾ മാധ്യമപ്രവർത്തകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ സമൂഹത്തിൽ വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഉത്തരവാദിത്വപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പണം ആവശ്യപ്പെടുന്നതും പണത്തിൻ്റെ പിരിവുമായി ബന്ധപ്പെട്ടിറങ്ങുന്നതും ഒക്കെ പാർട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കണം. പോസ്റ്റുകൾക്ക് വേണ്ടി പണം പിരിക്കാൻ ഏതെങ്കിലും ഒരു നേതാവ് ഇറങ്ങിയാൽ അതൊരു നല്ല നേതൃഗുണമായി ഞാൻ കണക്കാക്കുന്നില്ല. ഇതൊക്കെ പബ്ലിക് ഡൊമൈനുകളിൽ എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന സംഭാഷണങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധാപൂർവമാണ് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാകതയോടുകൂടി പക്വതയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടുക, ബുദ്ധിപൂർവ്വം കാര്യങ്ങളിൽ നീക്കുക, ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗമായി വരേണ്ടത്. അവർ വൈകാരികമായി നിയന്ത്രിക്കപ്പെടുമ്പോൾ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഒന്ന് നോക്കൂ, ഒരു മനുഷ്യൻ ഈ ഒറ്റത്തന്തയ്ക്ക് പിറന്നു എന്ന പദപ്രയോഗം എത്രമാത്രം ഫ്യൂഡലും സ്ത്രീവിരുദ്ധവുമായൊരു പ്രയോഗമാണ്. അതാര് നടത്തിയാലും അത് ഒരാണിനോട് നേരെയല്ല ആ വിരൽ ചൂണ്ടുന്നത്, പകരം ഒരു സ്ത്രീക്കെതിരെ അവരുടെ അഭിമാനത്തിന് വില പറയുകയാണ് ചെയ്യുന്നത്. അത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാലും അത് മറ്റേതെങ്കിലും നേതാവ് പറഞ്ഞാലും അങ്ങനൊരു പദപ്രയോഗം നടത്തുന്നത് സഭ്യമായ ഒരു സംസ്കൃതിയുള്ള ഒരു സമൂഹത്തിന് ചേരുന്നതല്ല. എത്ര നാര്യുസ്തു പൂജ്യന്തേ തത്രേ രമന്തേ ദേവതാഹ എന്നാണല്ലോ. അവിടെയാണ് സ്ത്രീകൾ പൂജിക്കപ്പെടേണ്ടിടത്ത് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു വനിതാ നേതാവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നേതാവിൽ നിന്ന് വരുന്നു എന്നതുപോലും അത്യന്തം ഖേദകരമാണ്. അത് ആ പാർട്ടിക്ക് എത്രമാത്രം ബാധ്യതയായിട്ട് അവർ മാറുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും കൊടകര വിഷയം കത്തുനിൽക്കാനുള്ള അവരുടെ താല്പര്യം, ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നത് വഴി പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള അവരുടെ ശ്രമം, ഇതൊക്കെയാണ്. ഇതൊന്നും BJPയിലെ ബഹുഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകർക്കോ നേതാക്കൾക്കോ അറിയാത്ത കാര്യങ്ങളാവാം, ചിലർക്കെങ്കിലും അറിയുന്നതുമാവാം. അവരൊന്നും തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ചെയ്തികളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവരല്ല, ആ പാർട്ടി പോലും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവരല്ല എന്നാണ് എൻ്റെ നിലപാട്. അത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദരേഖയാണെങ്കിലും അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞ കള്ളമാണെങ്കിലും അതിനിപ്പോൾ തെളിവായി റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണെങ്കിലും ഇതെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. പൊതുസമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. കള്ളനാണയങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുക എന്നത് മാത്രമാണ് ഒരു ചാനൽ എന്ന നിലയിൽ റിപ്പോർട്ടർ TVയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഇതുവരെയുള്ള വിഷയങ്ങളിൽ റിപ്പോർട്ടർ TV ഇന്ന് അവസാനിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ ഒരു അഡ്വൈസ് കൂടിയാണ്, അതിൻ്റെ ഒരു അഭിപ്രായം കൂടിയായി ഞാനതിനെ കണക്കിലെടുക്കുന്നു. മറുപടി പറയേണ്ടതായിരുന്നു, മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ.
ശോഭാ സുരേന്ദ്രനുമായിട്ട് വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. ശോഭാ സുരേന്ദ്രൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ആളാണ്, എന്നെക്കാൾ പ്രായം കുറവാണ്. ആ അർത്ഥത്തിൽ നല്ല വ്യക്തിപരമായ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവുമാണ്. എനിക്ക് വലിയ അപ്രീസിയേഷൻ ഉള്ളൊരു നേതാവുമാണ്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് ശോഭാ സുരേന്ദ്രനോട് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നമുക്കറിയുന്നത് പോലെ വളരെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, പുരുഷാധിപത്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ സ്ത്രീകൾ കടന്നു വന്ന് ശോഭിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ രംഗത്ത് ഫൈറ്റ് ചെയ്ത് BJP-ക്കുള്ളിലും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായും ദേശീയ നേതൃത്വത്തിലുമൊക്കെ പദവികൾ വഹിക്കുന്ന ഒരു നേതാവ് ആണ് ശോഭാ സുരേന്ദ്രൻ. എന്ന് മാത്രവുമല്ല, ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ അവർ മത്സരിച്ചിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിൽ വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ, അല്ലേ? 2011 കേവലം 15% പാലക്കാട് ഉണ്ടായിരുന്നത് BJP-യുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. 2016 ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ 15% നിന്ന് നേരെ ഇരട്ടിയാക്കി 30% വോട്ട് ആ പാർട്ടിക്ക് നേടിക്കൊടുത്ത ഫൈറ്ററാണ് ശോഭാ സുരേന്ദ്രൻ. അത് പാലക്കാട് മാത്രമല്ല ശോഭ ചെയ്തിട്ടുള്ളത്, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ വലിയ ഫൈറ്ററായിട്ട് വരികയും വലിയ രീതിയിൽ പാർട്ടിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വലിയ പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ BJP-ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ എതിരാളികൾക്ക് പോലും യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ BJP-ക്കുള്ളിൽ പലപ്പോഴും ഒരു പ്രതിസന്ധി നേരിടുന്നത് പോലും ശോഭയുടെ ഈ കരുത്തും ശോഭയുടെ ഈ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും ആ വളർച്ചയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വ്യത്യസ്തയായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും വലിയ വീഴ്ചയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടതുപോലെ 30 വർഷമായിട്ട് ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിൽ 30-ലേറെ വർഷക്കാലമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. പല രാഷ്ട്രീയ നേതാക്കൾക്കും സംഭവിക്കുന്ന ഉയർച്ചകളും താഴ്ചകളും നേരിട്ട് കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു മാധ്യമ പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമ പ്രസ്ഥാനങ്ങളെ വെല്ലുവിളിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. കാര്യമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളിക്കുക തന്നെ വേണം. അതുമായി ബന്ധപ്പെട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യുക തന്നെ വേണം. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് വൈകാരികമായും പ്രകോപിതയുമായി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ഡാമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ശോഭാ സുരേന്ദ്രനെ ഈ സമയത്ത് പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ പാലക്കാട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ സംബന്ധിച്ച് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്നേ പാലക്കാട് നടക്കുന്നത്. ആ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവർ വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു നെഗറ്റീവ് റോളാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ്. ഇത് BJP-യുടെ മാത്രം പ്രശ്നമല്ല. കോൺഗ്രസിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കത്ത് വിവാദം എത്ര ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്തത്. K. മുരളീധരനുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് പുറത്തു വന്നില്ലേ? ആ കത്ത് പുറത്തു കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അയക്കുന്ന ഒരു കത്ത് എന്ന് പറയുന്നത് CPM-കാർക്ക് പുറത്തുവിടാൻ പറ്റുമോ? BJP-കാർക്ക് പുറത്തുവിടാൻ പറ്റുമോ? ആ പാർട്ടിയിൽ നിന്നാണ് പുറത്തുവിട്ടത്. അത് നമ്മളാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അത്തരം വാർത്തകൾ വരും. ആ വാർത്തകൾ വരുമ്പോൾ തന്നെ K. മുരളീധരനും VD സതീശനും ഒക്കെ കൂടെ നിന്നിട്ട് റിപ്പോർട്ടർ TVക്കെതിരായിട്ടും ഏഷ്യാനെറ്റിനെതിരായിട്ടും മനോരമയ്ക്കെതിരായിട്ടും അതിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടും വാർത്താ സമ്മേളനം നടത്തുകയാണോ ചെയ്യുക? അങ്ങനല്ല. അവർ ആ ഫൈറ്റ് നടത്തും. ഒന്നുകിൽ ആ കത്തിനെ തള്ളിക്കളയും, ഇല്ലെങ്കിൽ ആ കത്തുണ്ടായ സാഹചര്യത്തെ വിശദീകരിക്കും. അങ്ങനെ രാഷ്ട്രീയമായിട്ടാണ് അത്തരം കാര്യങ്ങളിൽ മറുപടി പറയുക. രാഷ്ട്രീയമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത്. അല്ലാതെ ഒരു മാധ്യമ പ്രസ്ഥാനത്തിനെയോ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ അതിൻ്റെ മാധ്യമപ്രവർത്തകരെയോ ബഹിഷ്കരിച്ചുകൊണ്ടും പള്ളു പറഞ്ഞുകൊണ്ടുമല്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടത്. ഒട്ടും തന്നെ വ്യക്തിപരമല്ല ഈ കാര്യങ്ങളൊന്നും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പാലക്കാട് പ്രശ്നങ്ങളുണ്ട്. പാലക്കാട്ടെ BJP പ്രവർത്തകർക്കിടയിൽ തന്നെ ശോഭ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. കൃഷ്ണകുമാറിനെ എന്നൊരു അഭിപ്രായം വളരെ സജീവമാണ്. പാലക്കാട്ട് ഒരു വിഭാഗം ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയെ ആഗ്രഹിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ ശോഭയ്ക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമില്ലേ? ശോഭയ്ക്ക് വേണ്ടി ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ ഉയർന്നില്ലേ? അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ശോഭയ്ക്ക് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പിന്നെ തിരൂർ സതീഷുമായി ബന്ധപ്പെട്ട് ശോഭയ്ക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളാണ്. നിങ്ങളുടെ ചർച്ചയിൽ അടക്കം വന്നിരുന്നിട്ട് ആളുകൾ ആ സൂചനയിൽ സംസാരിച്ചിട്ടുണ്ട്. ശോഭയുമായി
അടുത്ത് ബന്ധമുള്ള നേതാവ് ഒരാളാണ് ഈ പറയുന്ന തിരൂർ സതീഷ് എന്ന്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരു ചർച്ചാവേദിയിൽ അതൊക്കെ ഉന്നയിക്കപ്പെടും, മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യും, അതൊരു രാഷ്ട്രീയ വിഷയമായിരിക്കും. അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം ഒരു മാധ്യമത്തെ അടച്ചാക്ഷേപിക്കുക, മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിക്കുക, അവരെ ബഹിഷ്കരിക്കുക, അതിൻ്റെ നേതൃത്വത്തിലുള്ളവരെ കുറിച്ച് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക, ഇതൊന്നും തന്നെ രാഷ്ട്രീയ പക്വതയുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ശോഭാ സുരേന്ദ്രൻ വളരെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള അവരുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ചയായി ശോഭ തന്നെ ഇത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശോഭ തന്നെ ഇത് മനസ്സിലാക്കണം, ശോഭ ഇതൊരു പാഠമായി ഉൾക്കൊള്ളണം. കാരണം ശോഭാ സുരേന്ദ്രനൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് കാലം കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ സംഭാവനകൾ ചെയ്യേണ്ട ആളുകളിൽ ഒരാളാണ്. ആ അർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രന് ഒരു വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്ന് മാത്രവുമല്ല, ശോഭാ സുരേന്ദ്രൻ വിയർപ്പൊഴുക്ക് കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടല്ലോ, അതാണല്ലോ BJP. ആ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. വലിയ സാധ്യത കൃഷ്ണകുമാറിനുണ്ടെന്ന് എല്ലാവരും വിചാരിക്കുന്ന ആ മണ്ഡലത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന, മാധ്യമ സ്ഥാപനങ്ങളെ ആ പ്രസ്ഥാനത്തിനെതിരാക്കുന്ന രീതിയിൽ വളരെ അൺടൈംലി ആയിട്ട് അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കി എന്നുള്ളത് ശോഭയെ സംബന്ധിച്ചിടത്തോളം ശോഭയുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതല്ല. അതിനങ്ങേ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇത്രയും സമയം നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അതൊരു മാധ്യമം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ തന്നെയും ശോഭയ്ക്ക് മാത്രമല്ല, ശോഭ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ഡാമേജിങ് ആണ്. ആ അർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രന് സംഭവിച്ചിട്ടുള്ളത് ഒരു വലിയ വീഴ്ചയാണ്. അവരുടെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ 10, 30, 35 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. പല രാഷ്ട്രീയ നേതാക്കളും ഓരോ ഘട്ടങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അവരനുഭവിച്ചിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതിൻ്റെ വരായികകൾ, പിന്നീടുണ്ടായിട്ടുള്ള ഫലങ്ങൾ, ഇതൊക്കെ ഈ കഴിഞ്ഞ 10, 30 വർഷമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമൊക്കെയായി ശോഭ നടത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ഒരു മാധ്യമ പ്രസ്ഥാനത്തിനെതിരെ വാർത്താ സമ്മേളനം നടത്തേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. അതൊക്കെ ശോഭ വ്യക്തിപരമായി വൈകാരികമായി എടുക്കുകയും അതിനെതിരായി പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശോഭാ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിർവഹിക്കേണ്ട ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ വിജയം ഉറപ്പാക്കുക എന്നുള്ളത്, ആ ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള വിവാദങ്ങളുണ്ടാക്കി പ്രസ്ഥാനത്തെയും അതിൻ്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെയും ഒക്കെ തുരങ്കം വയ്ക്കുന്നൊരു പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിന് ആ പ്രസ്ഥാനവും വില കൊടുക്കേണ്ടി വരും. ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നശിപ്പിച്ച് കളയാനുള്ള ഒന്നല്ല. അത് ശോഭ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തൽ വരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കൂട്ടത്തിൽ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിനോടുകൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് താങ്കൾക്ക് നേരിട്ട് ബന്ധമില്ലാത്തൊരു വിവാദം തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. എനിക്കത് വ്യക്തമായിട്ട് അറിയാം. 2-ാം തീയതിയാണ് ഈ ചർച്ച നടക്കുന്നത്. 2-ാം തീയതി ഒന്നും ആൻഡ്രൂ സാർ ഇവിടെ ഇതിനൊക്കെ കാരണം ഉണ്ണിസാർ പറഞ്ഞിട്ടങ്ങ് പോയി. ഏതാ ഉണ്ണിസാർ പറഞ്ഞിട്ടങ്ങ് പോയി. ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഞാൻ പറയുമല്ലോ. ആ സമയത്ത് മാധ്യമവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ പറഞ്ഞിട്ട് കോഴിക്കോടേക്ക് പോയി. ഞാനന്നത്തെ എൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ആ പാലക്കാട്ടെ നിയോജക മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഡെവലപ്മെൻറ്റുകളാണല്ലോ ഈ ചർച്ചയിലൊക്കെ വരുന്നത്. ആ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തൊന്നും ഞാൻ പിൻവാങ്ങുന്നുമില്ല, ഒളിച്ചോടുന്നുമില്ല. അടുത്തത് ആ സമയത്തൊന്നും ഞാൻ പറയുന്നത് താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് താങ്കളെ കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, പിന്നീട് അവസാനം താങ്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ വിവാദങ്ങളൊക്കെ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ഏറെക്കുറെ വളരെ വിശദമായി തന്നെ താങ്കൾ ഇക്കാര്യത്തിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ബോധ്യപ്പെടുന്നത്. ഞാൻ ഈ മുഴുവൻ സമയം അത് കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. മാത്രവുമല്ല, താങ്കളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ ചോദ്യങ്ങൾക്ക് വേണ്ടത്ര തെളിവുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ താങ്കൾ ഹാജരാക്കിയിട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ ഇനിയും തുടർന്ന് വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ വീണ്ടും ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരൊരു സ്വയം പരിശോധന നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ ഇവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. അനാവശ്യമായി ഇത്തരം വിവാദങ്ങളിലേക്ക് പോകേണ്ടതല്ല നമ്മുടെ രാഷ്ട്രീയ സാഹചര്യവും മാധ്യമപ്രവർത്തന സാഹചര്യവും. അതുകൊണ്ട് ഇവിടെ അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ്രൂ സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയോടുകൂടി തന്നെ ഈ വിവാദം ഇവിടെ റിപ്പോർട്ടർ TVയുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങളിൽ ഒരു തിരശ്ശീല വീഴേണ്ട സമയമായിരിക്കുന്നു. അത് ഇന്നിപ്പം കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് എല്ലാവരും. ആ വിശദമാക്കിയെടുത്ത് ഇത് അവസാനിപ്പിക്കട്ടെ. ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അല്ല, പക്ഷേ തെളിവുകൾ അവരാവശ്യപ്പെട്ടാൽ മാധ്യമം എന്ന നിലയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫോണ് ഇന്ന് റിങ് ചെയ്തത് മുഴുവൻ ശോഭാ സുരേന്ദ്രൻ്റെ ശത്രുക്കളാണ്. മനസ്സിലായോ? കേരളത്തിലുള്ള BJPയും BJPയുടെ പുറത്തുള്ളവരും ഇവരുമായി ബന്ധപ്പെട്ട റെക്കോർഡിങ്ങുകൾ, സംസാരം, ഇതിങ്ങനെ വന്നോണ്ട് അത് കൊടുക്കാൻ തീരുമാനിച്ച രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കൊടുക്കേണ്ടി വരും. ഇതിനൊരു സ്റ്റോപ്പ് വേണ്ട, എവിടെയെങ്കിലും നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് വേണം. ഇതിപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. അങ്ങനെയാണ് എങ്കിൽ പ്രേക്ഷകരുടെ വിലപ്പെട്ട സമയം കളയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TV തുടങ്ങിയത് ഇവിടെ ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, ശോഭാ സുരേന്ദ്രൻ ഇന്ന് ഈ പറയുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് എന്നെക്കുറിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ ഒരു ലെറ്ററായിട്ട് ആൻഡോ അഗസ്റ്റിന് എഴുതി അയച്ചോളൂ. ശോഭാ സുരേന്ദ്രൻ വിളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വന്ന് എൻ്റെ മുൻപിലിരുന്നോളൂ, ഞാൻ നിങ്ങളോട് സമ്പാദിക്കാം. അതിന് വേണമെങ്കിൽ 1 മണിക്കൂർ റിപ്പോർട്ടർ ടിവിക്ക് മാറ്റിവെക്കാം. നിങ്ങളും ഞാനും തമ്മിൽ മാത്രം, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയാം, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളൂ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അത് തീർത്ത് കളയാം. ഇല്ല, ഇനി അങ്ങനെയല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ടർ ടിവിൻ്റെ സ്പേസിൽ ഇനി നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്ഥാപനമില്ല. അതുമാത്രമല്ല, നിങ്ങൾക്കെതിരെ റിപ്പോർട്ടർ ടിവിക്കെതിരെ ഇനി എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ മാധ്യമപ്രവർത്തകരുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നതിന് ആൻസർ ഞാൻ എൻ്റെ വാർത്തയിൽ കൂടെ വേണമെങ്കിൽ മറുപടി പറയാം. ഇനി നിങ്ങളോട് ഞാൻ മറുപടി പറയാനില്ല, കാരണം ആ നിലവാരത്തേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. അതായത് നേരിട്ട് നമ്മളുടെ ചാനലിൽ തന്നെ വന്നവർ സംസാരിക്കൂ, ലൈവായിട്ട് അതെ, ലൈവ് പറയാലോ, മുഴുവൻ പറയാം, എനിക്ക് പറയാലോ. ഒരു തരത്തിലുള്ള എഡിറ്റിംഗും ഇല്ലാതെ ശോഭയ്ക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശോഭാ സുരേന്ദ്രന് ഈ ഫ്ലോറിൽ വന്നിരുന്ന് ചോദിക്കാം. അതിന് ആന്റോ അഗസ്റ്റിൻ മറുപടി നൽകും. ലൈവായിട്ട് തന്നെ വരിക. അതിന് പ്രേക്ഷകരുടെ സമയവും ഒരു രാഷ്ട്രീയ സമൂഹത്തിന്റെ സമയവും നമുക്ക് ചിലവാക്കേണ്ടതില്ല. എന്താണ് ഇന്നത്തെ ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് കേരളത്തിലെ പല വിഷയങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള സമയമായി. അല്ല, പക്ഷേ അതിലൊരു പ്രശ്നം എന്താ അറിയോ ശ്രീ ആൻഡോ, ഈ പറയുന്നതിനകത്ത് വെച്ചാൽ ഒരു മാധ്യമ സ്ഥാപനം നിലനിൽക്കുന്നത് ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ മാധ്യമ സ്ഥാപനത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. നമ്മൾ പറയുന്ന വാർത്തകളോട് വിശ്വാസമില്ലാത്തൊരു ജനസമൂഹമാണ് നമ്മൾ പുറത്തുള്ളത് എങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ മാധ്യമ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ആര് പറഞ്ഞാലും സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം മാധ്യമങ്ങൾക്ക് നൽകേണ്ടി വരും. മാധ്യമങ്ങൾക്ക് നൽകാതെ ഈ സമൂഹത്തിൽ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇനി നമ്മുടെ മറുപടി. ഇവർ പറയുന്നത് എന്താണോ അതനുസരിച്ച് തീരുമാനമെടുക്കും. അതായത് ഇനി ശോഭാ സുരേന്ദ്രൻ മറുപടി വേണമെങ്കിൽ ആ മറുപടി നമ്മുടെ ഫ്ലോറിൽ വന്ന് പറഞ്ഞോളൂ. ലൈവായി തന്നെ അതിന് മറുപടി ശ്രീ ആന്റോ അഗസ്റ്റിൻ തരും. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ആന്റോ അഗസ്റ്റിൻ വന്ന് മറുപടി നൽകും, അല്ലേ? അതിന് നമ്മളടക്കമുള്ളവർ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും ലൈവ്. അപ്പോൾ നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. ശോഭയ്ക്ക് മറുപടി വേണ്ടേ എന്നായിരുന്നു ചോദ്യം. മറുപടി വേണമെന്നായിരുന്നു, മറുപടി കൊടുത്തു എന്നാണ് ഞങ്ങളുടെ നിലപാട്. Meet the editors.